ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ളൊരു ഫ്രണ്ട് നമുക്ക് അയച്ചു തന്നൊരു ബോക്സായത്. അവനിത് പർച്ചേസ് ചെയ്തത് മീഷോ എന്നാണ്. നമ്മുടെ പെറ്റ്സിനോടും അല്ലെങ്കിൽ കളർ മീനോടും ചെടികളോടൊക്കെ ഉള്ളൊരു താല്പര്യം കണ്ടിട്ട് നമ്മളൊരു ഫ്രണ്ട് നമുക്ക് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ട് അയച്ചു തന്ന സാധനം ഇത്. സംഭവം ഏകദേശം എല്ലാവർക്കും പിടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സെറ്റപ്പാണ്. പൊട്ടിപ്പോകാതിരിക്കാനുള്ള എല്ലാവിധ സെറ്റപ്പോടും കൂടിയാണ് അവരിത് അയച്ചു തന്നിട്ടുള്ളത്. തെർമോക്കോളൊക്കെ വെച്ച് അതിൻ്റെതായ സെറ്റപ്പിലാണ് അവരിത് അയച്ചു തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സാധനം. ടാൻറ്റഡൈൻ, അതാണ് നമ്മുടെ അക്വേറിയം, വോൾ അക്വേറിയം. നമ്മുടെ സിറ്റൗട്ടിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലൊക്കെ വോളിലൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റി, അലങ്കരിക്കാൻ പറ്റിയ അടിപൊളി അക്വേറിയം ഇത്. ഇതിൻ്റെ കൂടെ അവർ ഇതിൽ ഇടുന്ന സ്റ്റോണും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് സ്റ്റോണും കൂടെ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം സംഭവം അടിപൊളിയാണ്. മീനിനെയും പ്രത്യേകിച്ച് കളർ മീൻ, ബെറ്റ ഫിഷ്, ഫൈറ്ററിനൊക്കെ പിന്നെ വോളിൽ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റിയൊരു സാധനം ഇത്. അപ്പോൾ നമ്മൾ രാത്രിയായിരുന്നു അൺബോക്സ് ചെയ്ത്. പിന്നെ പകലാവാനൊന്നും കാത്തില്ല, രാത്രി തന്നെ അതിലേക്ക് സ്റ്റോണൊക്കെ ഇട്ട് ചുമരിലൊരു ആണിയൊക്കെ തറച്ച് സംഭവം അവിടെ ഫിറ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് മെല്ലെ വെള്ളം നിറച്ച് കൊടുത്ത്. വെള്ളം നിറച്ചപ്പോൾ തന്നെ സംഭവം ഇതിൻ്റെ ലുക്കൊക്കെ ആകെ മാറിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ ഒരു അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ലുക്ക്, ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ അക്വേറിയത്തിൽ പോയിട്ട് കുറച്ച് ഗപ്പിക്കുട്ടന്മാരെ കൈകൊണ്ട് പിടിക്കരുത്, കൈകൊണ്ട് പിടിച്ചാൽ ഗപ്പിക്കുട്ടന്മാർക്ക് ദോഷമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ അരിപ്പെടുക്കാനൊന്നും പോയില്ല. കൈകൊണ്ട് തന്നെ കുറച്ച് ഗപ്പിക്കുട്ടന്മാരെ പിടിച്ച് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ഇട്ട്. അപ്പോൾ അതിലെത്തിയപ്പോൾ തന്നെ സംഭവം ആകെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ഗപ്പിക്കുട്ടന്മാരെ പിടിച്ച് നമ്മുടെ ബോളിലേക്ക് ഇട്ട്. പക്ഷേ രണ്ടെണ്ണം ഇട്ടിട്ട് അതിലൊരു കാഴ്ചയില്ലാത്ത പോലെ തോന്നൽ. അപ്പോൾ നേരെ വിട്ട് നമ്മുടെ പുറത്ത് വലിയ ടാങ്കുണ്ട്, പുറത്ത് നല്ല വലിയ ടാങ്കും വീപ്പയും അതിലൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഗപ്പിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രി തന്നെ നേരെ പുറത്തേക്ക് വിട്ട് മുറ്റത്ത് പോയിട്ട് നമ്മുടെ പിന്നെ ഗപ്പിക്കുട്ടന്മാരുടെ ടാങ്കിൽ 3-4 വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഗപ്പിക്കുട്ടന്മാരുണ്ട്, പല വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ 3-4 ഗപ്പിക്കുട്ടന്മാരെ കൂടെ പിടിച്ച് ഇതിലിട്ടപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി ഒരു മണി പ്ലാന്റും വെച്ച് അതിനുശേഷം ഒരു നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ പീസും അതിൽ വെച്ച് കൊടുത്തപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കളർ മീൻ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ വോളും പിന്നെ ഡൈനിങ് ഹാളൊക്കെ അലങ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്യുക. സംഭവം സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ, ഇതാവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായപ്പെടുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം അടിപൊളിയല്ലേ?